ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ലോകത്തിലെ വൻ ശക്തികൾ ഇന്ദിരാഗാന്ധിക്ക് മുമ്പിൽ മുട്ടിടിച്ചത് ചരിത്രം. അമേരിക്കയുടെ 7ാം നാവികപ്പടയെ ഒറ്റ വാക്കുകൊണ്ട് ഓടിച്ച ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന കരുത്ത് നേടിയിരുന്നു ഇന്ത്യ. എ.ബി. വാജ്പേയി ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ ദുർഗ എന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇന്ത്യയ്ക്കിപ്പോഴും നോവാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പോഴും നോവാണ്. ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ പുനരവതരിക്കുന്നു പ്രിയങ്കയിലൂടെ. പ്രിയങ്കയുടെ കന്നിയംഗം വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലെ പ്രിയങ്കയുടെ കന്നിയംഗം ഉജ്ജ്വലമാകുമെന്നുള്ളത് ഉറപ്പ്. ഭൂരിപക്ഷം എത്രയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതാണ് പ്രിയങ്കയുടെ പ്രത്യേകത. സിപിഐ നേതാവ് ആനി രാജ പോലും വയനാട്ടിലേക്ക് പ്രിയങ്കയെ സ്വാഗതം ചെയ്യുന്ന അവസ്ഥ. ആനി രാജ പോലും പറഞ്ഞു പ്രിയങ്കയുടെ കരുത്ത്. പ്രിയങ്ക മികച്ച സംഘാടകയാണ്. പ്രിയങ്കയുടെ സംഘടനാ മികവാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തെ തകർപ്പൻ വിജയത്തിലേക്ക് എത്തിച്ചത്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ തകർപ്പൻ വിജയത്തിലേക്ക് എത്തിച്ചത്. ഇതുവരെ കട്ടന് പിന്നിലായിരുന്നു പ്രിയങ്ക. ഇപ്പോൾ പ്രിയങ്ക പാർലമെന്റിൽ എത്തുന്നു. പാർലമെന്റിലെത്തുന്ന പ്രിയങ്കയുടെ മുഖ്യശത്രു മോദിയാണ്. രാഹുൽ ഗാന്ധി എപ്പോഴും മോദിയോട് ഒരു മൃദു സമീപനം കാണിക്കാറുണ്ട്. അദ്ദേഹം മോദിയോട് മാത്രമല്ല എല്ലാ പ്രതിപക്ഷ നേതാക്കളോടും മൃദു സമീപനം കാണിക്കുന്ന വ്യക്തിത്വമാണ്. അത് അദ്ദേഹത്തിന്റെ രീതിയാണ്. അദ്ദേഹം മൃദു സമീപനം കാണിക്കുമ്പോൾ പ്രിയങ്കയാണ് മോദിയെ എപ്പോഴും കടന്നാക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ഇനി മോദിക്ക് സ്വസ്ഥതയില്ലാത്ത ദിവസങ്ങളാണ്. രാഷ്ട്രീയപരമായി തന്ത്രം പയറ്റാനുള്ള പ്രിയങ്കയുടെ കഴിവ് ശ്രദ്ധേയമാണ്. ബീഹാറിൽ പപ്പു യാദവിനെ കോൺഗ്രസിലെത്തിച്ചത് പപ്പു യാദവിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും കോൺഗ്രസിൽ ലയിപ്പിച്ചത് ഉദാഹരണം. അങ്ങനെയുള്ള രാഷ്ട്രീയ ചരടുവലികൾ പ്രിയങ്കയ്ക്ക് ഹൃദ്യം. മാത്രമല്ല ഒരു കോംപ്രമൈസിനും തയ്യാറാകാത്ത വ്യക്തിത്വമാണ് പ്രിയങ്കയുടേത്. പ്രിയങ്കയെ മോദി ഒരുപാട് പേടിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഭർത്താവ് റോബർട്ട് വധേരയെ പലവിധത്തിലുള്ള കേസുകളിൽ കുടുക്കാൻ മോദി ശ്രമിച്ചത്. അതൊക്കെ പ്രിയങ്കയുടെ ഉള്ളിൽ കനലായി കിടപ്പുണ്ട്. ആ കനൽ പാർലമെന്റിൽ തീയായി ആളിക്കത്തും എന്നത് ഉറപ്പ്. പ്രിയങ്കയുടെ ചാട്ടുളി പോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും മോദി. മാത്രമല്ല പ്രിയങ്ക പാർലമെന്റിൽ എത്തിയാൽ എൻഡിഎയുടെ ആയുസ് എത്രയെന്ന് കൂടി കണ്ടറിയേണ്ടി വരും. ആടി നിൽക്കുന്ന ജനതാദൾ യുണൈറ്റഡിനെയും ടിഡിപിയെയും ഒക്കെ സ്വാധീനിക്കാനുള്ള കഴിവ് പ്രിയങ്കയ്ക്കുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രിയങ്കയുടെ വയനാട്ടിലെ മത്സരം രാജ്യമെമ്പാടും ഉറ്റുനോക്കുന്നു. എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. എതിരാളികൾക്ക് കെട്ടിവച്ച കാശ് പോകും എന്നുള്ളത് ഉറപ്പാണ്. വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പതിവ് പോലെ സിപിഐ പറഞ്ഞു കഴിഞ്ഞു. ബിജെപിയും വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ നിർത്തും. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചെങ്കിൽ രാഹുൽ ഗാന്ധി എന്തിന് തന്റെ പൊന്നനിയത്തിയെ തന്നെ അവിടെ തെരഞ്ഞെടുക്കാൻ, അവിടെ മത്സരിക്കാൻ വിടണം? പ്രിയങ്ക വയനാട്ടിനെ അങ്ങ് എടുത്തിരിക്കുക. വയനാട്ടുകാർ ആവേശത്തിമിർപ്പിലാണ്. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാൻ പ്രിയങ്കയ്ക്ക് അറിയാം. പലയിടത്തും കോൺഗ്രസ് തമ്മിൽ തല്ലുമ്പോൾ അതിനെ സമന്വയിപ്പിക്കുന്ന ഒരു സാന്നിധ്യമായിരുന്നു പ്രിയങ്കയുടെ. പ്രിയങ്കയുടെ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. തീപ്പൊരി പ്രസംഗമാണ് പ്രിയങ്കയുടെ പ്രത്യേകത. നരേന്ദ്രമോദിയെ വെല്ലുന്ന തീപ്പൊരി പ്രസംഗം. ആ പ്രിയങ്കയാണ് ഇപ്പോൾ പാർലമെന്റിൽ എത്തുന്നത്. പാർലമെന്റിൽ ഇന്ദിരാഗാന്ധി പുനരവതരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയങ്കയിലൂടെ കോൺഗ്രസുകാർ ഇന്ദിരാഗാന്ധിയെ തന്നെ കാണുന്നു. ഇന്ദിരാഗാന്ധിയുടെ കരുത്ത് പ്രിയങ്കയ്ക്കുണ്ടെന്ന് അവർക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ കരുത്തും തന്ത്രവും ഒക്കെ പ്രിയങ്കയിൽ സ്വയത്തം. പ്രിയങ്ക ഇതുവരെ മത്സരിക്കാത്തത് സംഘടനാ കാര്യങ്ങളിൽ താൽപര്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത്തവണ വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധി നൽകിയ സമ്മാനമാണ് തന്റെ പൊന്നനിയത്തി. വയനാട്ടുകാർ ഇപ്പോഴേ പ്രിയങ്കയെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ഭൂരിപക്ഷം എത്രയെന്ന് മാത്രം അറിഞ്ഞാൽ മതി.